അങ്ങനെ ആ ദിവസം എത്തി. ഇന്ന് നമ്മൾ തിരിച്ച് പി ജിയിലോട്ട് പോവാണ്. അപ്പൊ കുറച്ചധികം പാക്ക് ചെയ്യാനുണ്ട്. തലേന്ന് പാക്ക് ചെയ്യാൻ അത്ര മൂഡില്ലാത്തതുകൊണ്ട് പിറ്റേ ദിവസം രാവിലെ എണീറ്റിട്ടാണ് ചെയ്തത്. ഒരു മാസത്തോളം വീട്ടിലുണ്ടായിരുന്നത് കൊണ്ട് തന്നെ കുറച്ചധികം ലഗേജ് ഉണ്ട്. അപ്പൊ നമ്മൾ ബസ്സിനല്ലാട്ടോ പോണത്. പിന്നെ ഞാൻ റെഡി ആയിട്ട് കുറച്ചു നേരം ടിവിയും കൂടി കണ്ടിട്ടുണ്ടായിരുന്നു. ഇറങ്ങാൻ നേരം നല്ല വിഷമം ഉണ്ടായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ പൂപ്പിക്കും അമ്മയ്ക്കൊക്കെ ബൈ പറഞ്ഞ് ഞാൻ ഇറങ്ങി. ഉമ്മയ്ക്കും പാപ്പിക്കും ജോലി ഉള്ളതുകൊണ്ട് അവർക്ക് വരാൻ പറ്റില്ല. അതുകൊണ്ട് മുത്തു ഷൈമേനായിട്ടാണ് ഞാൻ പോണത്. പോണ വഴിക്ക് നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു ഉച്ച കഴിഞ്ഞാണ് എത്തിയത്. അപ്പൊ ഫുഡ് കഴിച്ചിട്ടാണ് നേരെ പി ജിയിലോട്ട് പോയത്. നമ്മൾ മന്തിയാണ് കഴിച്ചത്. അങ്ങനെ ഒരു 3 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ പി ജി എത്തിയിട്ടുണ്ടായിരുന്നു. പി ജിയിലാണെങ്കിൽ നിറച്ച് റംബൂട്ടാൻ ഉണ്ടായി കിടക്കണായിരുന്നു. അങ്ങനെ മുത്തുവിനെ ഷൈമനും കൊണ്ടും എന്റെ ലഗേജ് ഒക്കെ എടുപ്പിച്ച് ഞാൻ മുകളിൽ കൊണ്ട് വെച്ച്. ഷൈമക്ക് റംബൂട്ടാൻ വേണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ചേച്ചിനോട് ചോദിച്ചിട്ട് നമ്മൾ കുറച്ചധികം റംബൂട്ടാൻ പറിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇവിടം വരെ വന്നതല്ലേ ഓർത്ത് നമ്മൾ ഏഴാറ്റുമുഖം പോകാൻ ഓർത്ത്. പോണ വഴി നല്ല ഭംഗിയുള്ളതുകൊണ്ട് നമ്മൾ ഏഴാറ്റുമുഖം നിർത്താണ്ട് നമ്മൾ നേരെ അതിരമ്പള്ളിക്കാണ് പോയത്. പക്ഷെ അവിടെയാണെങ്കിൽ 5 മണി വരെ ഉള്ളൂ. നമ്മൾ എത്തിയത് 5:30-ക്കാണ്. പിന്നെ ദൂരെ നിന്ന് വെള്ളച്ചാട്ടവും പിന്നെ കുറച്ചധികം കോടയും കണ്ടിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ തിരിച്ച് വന്ന വഴിക്ക് നമ്മളൊരു ഒറ്റക്കൊമ്പനെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എന്റെ പി ജിയിലുള്ള കൂട്ടുകാർ കടയിലുള്ളത് കൊണ്ട് തന്നെ അവിടെ ആക്കിയിട്ടാണ് അവർ പോയത്. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, ബൈ.